ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പിന്നെ കേരളമാകെ അറിയപ്പെടുന്ന, രാജ്യമാകെ അറിയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത നിലയിലുള്ള നിയമ നടപടികൾ മുഖം നോക്കാതെ തന്നെ പോലീസ് നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഉദാഹരണം, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം മുൻ MLA അറസ്റ്റ് ചെയ്തു. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. ഇതൊന്നും ഒരു സംരക്ഷണവും, എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തിയായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ 9.5 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും പിണറായി വിജയൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും സമൂഹത്തിൽ സ്വാധീനവും അതുപോലെ തന്നെ ബന്ധവുമുള്ള വ്യക്തികൾ ഉണ്ടായിട്ട് പോലും അത് അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഏതെങ്കിലും മറ്റു സംസ്ഥാനത്ത് ഇതേ രൂപത്തിലുള്ള നടപടികൾ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. അതൊരു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ, കുറ്റകൃത്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും, ഏത് വമ്പൻ ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആൾ കുറ്റവാളിയാണെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്.